എല്ലാവർക്കും ലിസാസ് ടൈലറിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ 22 ഇഞ്ച് ഇറക്കവും 24 ഇഞ്ച് ചെസ്റ്റ് റൗണ്ട് 24 ഇഞ്ച് നെഞ്ചളവുള്ള ഒരു കുട്ടിക്ക് ഇടാൻ പറ്റുന്ന ഫ്രോക്കാണ് തയ്ക്കാൻ പോണത്. അതിന്റെ ഒരു പാറ്റേൺ ഞാനിവിടെ വരച്ച് കാണിക്കാം. ഇവിടെ ഒരു 2 ഇഞ്ച് ഒരു പൈപ്പിംഗ് ആണ് വരിക. ഇത് നമ്മുടെ കൈയുടെ തുമ്പത്ത് പൈപ്പിംഗ്, ഇവിടെയും ഒരു പൈപ്പിംഗ് വരും. ഈ ഉടുപ്പിന്റെ ബോഡി പാർട്ട് ലെങ്ത് 6 ഇഞ്ചാണ്. പിന്നെ ഇതിന്റെ ചെസ്റ്റ് റൗണ്ട് 24 ഇഞ്ച് ആകുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടുമ്പോൾ 28, അതിന്റെ പകുതി 14 ഇഞ്ചാണ് നമ്മൾ ഇതിന്റെ ഈ വിട്ടായിട്ട് എടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇത് വെട്ടുന്ന വിധം കാണിച്ചു തരാം. ആദ്യം ഞാൻ ഇതിന്റെ ബോഡി പാർട്ടാണ് കാണിക്കാൻ പോണത്. അപ്പോൾ 24 ഇഞ്ച് നെഞ്ചളവുള്ള കുട്ടിക്ക് 24 + 4 28, അതിന്റെ പകുതി 14 ഇഞ്ച് വീതിയും അതിന്റെ ലെങ്ത്, ബോഡിയുടെ ലെങ്ത് 7 ഇഞ്ചാണ്. തയ്യൽ തുമ്പടക്കം ഞാൻ വെട്ടുന്നത്. അടിച്ചു വരുമ്പോൾ 6 ഇഞ്ച് മതി ഇവിടെ. പിന്നെ ഇവിടെ 2 ഇഞ്ച് നമുക്ക് ഇവിടെ ഒരു പൈപ്പിംഗ് വന്നിട്ട് ഇവിടെ ഇറക്കം കൂടും. അപ്പോൾ ആകെ 8 ഇഞ്ച് വരും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള 2 പീസാണ് ഞാൻ എടുത്തേക്കണത്. ആ 2 പീസ് നമ്മൾ മടക്കിയിട്ട് ഒരെണ്ണത്തിന്റെ മീതെ ഒരെണ്ണമായിട്ട് ഇടുക. അത് എപ്പോഴും ഞാൻ ഫ്രോക്ക് തയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് കാണിക്കേണ്ടത്. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വേറെ മെത്തേഡ് എടുക്കാത്തേട്ടാ. അപ്പോൾ ഇങ്ങനെ ഈ വിടിക്കാത്ത 2 ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് ഇത് നമ്മുടെ ഇതിന്റെ നെക്കിന്റെ ഭാഗമാണ് ഇവിടെ വരയ്ക്കാൻ പോണത്. അപ്പൊ നെക്ക് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 ഇഞ്ച് തയ്യൽ തുമ്പ് എല്ലാം അടക്കം 3 ഇഞ്ചിൽ ഇവിടെ ഒരു മാർക്ക് ചെയ്യാം. ഇവിടെ ഈ അറ്റത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് 4 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ 3 ഇഞ്ചിൽ നിന്ന് ഈ 4 ഇഞ്ചിലേക്ക് ഇതുപോലെ ഇങ്ങനെ മടക്കിയാൽ മതി. മടക്കിയിട്ട് ആ മടക്കിൽ നമ്മളിങ്ങനെ വരയ്ക്കുക. അതിങ്ങനെ വെട്ടിയെടുക്കാം. ഇതാണ് ഇതിന്റെ ബോഡി പാർട്ടിന്റെ വെട്ട്. പിന്നെ ഈ സൈഡ് നമ്മൾ ചെറുതായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വെട്ടും. ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ ചാച്ചും വെട്ടും. അത് വെട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. അത് വെട്ടിയിട്ടുണ്ടെങ്കിൽ ഇത്രയും കൂടി ഫ്രോക്കിന് ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഇതിങ്ങനെ വളച്ച് വയ്ക്കും വെട്ടുക. ഈ സൈഡ് ഭാഗം കുറച്ചിങ്ങനെ വളച്ച് വെട്ടുക. ഇതാണ് ഇതിന്റെ ബോഡി പാർട്ട് വെട്ടാനുള്ളത്. ഇങ്ങനെ നിർത്തുമ്പോൾ ഇതുപോലെ ഇതാണ് ഇങ്ങനത്തെ. ഇനി ഇതേപോലത്തെ തന്നെ ഒരു ലൈനിങ്ങും കൂടി വെട്ടണം. ഇത് ഡബിൾ വെക്കണത്. അപ്പൊ ഞാൻ എൻ്റെ കയ്യിൽ ഈ തുണി തന്നെയുള്ള കാരണം ഇത് തന്നെ ഓരോന്നും കൂടി വെട്ടാണ് കേട്ടോ ചെയ്യണേ. അപ്പൊ ഇത് വെച്ചിട്ട് ലൈനിങ് തുണി മതി. നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ തന്നെ ഉണ്ടെങ്കിൽ ഈ തുണി ആയാലും കുഴപ്പമില്ല. ഇത് തന്നെ വെച്ചിട്ട് നമ്മൾ ഇത് വെച്ചിട്ട് ഇതേപോലെ തന്നെ വെട്ടിയെടുക്കണം ചെയ്യണം കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ 4 പീസ് ആണ് ഇപ്പോൾ എടുത്തേക്കണത്. ഇനി ഇതിന്റെ കൈ വെക്കാനുള്ള ഭാഗം വെട്ടാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു പീസാണ് ഇനി എൻ്റെ കയ്യിലുള്ളത്. ഈ പീസിന്റെ വീതി ഞാൻ കാണിച്ചു തരാം. 10.5 ഇഞ്ചാണ് ഇതിന്റെ വീതി ഉള്ളത്. അത് കൂടുതലുള്ള കുറവായാലും കുഴപ്പമില്ല, കൂടുതലായാലും കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ 10.5 ഇഞ്ച് വീതിയുള്ള ഒരു തുണി നമ്മൾ ഇതുപോലെ ഇങ്ങനെ മടക്കിയിടുക. നമ്മൾ ക്രോസ് ഒക്കെ വെട്ടാൻ വേണ്ടി ഇടില്ലേ, അതുപോലെ ഇങ്ങനെ മടക്കിയിടുക. ഇങ്ങനെ മടക്കിയിട്ടിട്ട് ഇതിങ്ങനെ വെട്ടിയെടുക്കുക. ഇങ്ങനെ വെട്ടി കഴിയുമ്പോൾ ഇങ്ങനെ സ്ക്വയർ പീസാണ്. ഇതിങ്ങനെ മടക്കിയിട്ടിട്ട് ഇനി ഇത് ഇങ്ങനെ മടക്കുക.
ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ ഇവിടെയാണ് നമ്മൾ ഇതിന്റെ അടിഭാഗം ഞെറിയിടുക, ഇത് മോൾ ഭാഗം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 5 ഇഞ്ചൊക്കെ മതി, ചെറിയ കുട്ടിയല്ലേ. അപ്പം 5 ഇഞ്ച് ഇവിടെ നിന്ന് ഇങ്ങനെ വളച്ച് ഇതിലേക്ക് ഇങ്ങനെ വരയ്ക്കുക. ഈ ഭാഗം ഒന്നും ചെയ്യണ്ട കേട്ടോ. ഇവിടെ ഇങ്ങനെ കൈക്കൊക്കെ വെട്ടണ പോലെ ഇങ്ങനെ വളച്ച് വിട്ട് ഇത് ഇവിടെ ഇങ്ങനെ ഞെറിയിടും. ഇതാണ് ഇതിന്റെ കൈ. ഈ ഭാഗം ഇടിക്കുക കേട്ടോ. അപ്പൊ ഇതിന്റെ കൈയായി. ഇനി പൈപ്പിങ് ഇതിൽ നിന്ന് നമ്മൾ പൈപ്പിങ് വെട്ടുക. ഇതുപോലെ തന്നെ ക്രോസ് പീസ് വെട്ടിയെടുക്കുക. കൈയുടെ തുമ്പത്തേക്കും ലൈനിങ് പൈപ്പിങ് വേണം, പിന്നെ കഴുത്തമ്മയ്ക്കും പൈപ്പിങ് വേണം. അപ്പോൾ പൈപ്പിങ് ഒരു കൈയുടെ തുമ്പത്തേക്ക് 1.5 ഇഞ്ചിൽ ഇതിങ്ങനെ മടക്കിയിട്ടിട്ട് ഇവിടെ നിന്ന് 1.5 ഇഞ്ചിൽ 2 പീസ് വെട്ടിയെടുക്കാം. കൊച്ചുകുട്ടിയായ കാരണം കൈയുടെ വണ്ണം ഒരു 4 ഇഞ്ച് മടക്കിയിട്ടിട്ട് 4 ഇഞ്ച് മതിയാവും. അതിന് കൂടുതൽ എന്തായാലും വേണ്ട. അപ്പം അടിച്ചു പോകാനായിട്ട് ഒരു 1/2 ഇഞ്ച് അടക്കം 4.5 ഇഞ്ചിൽ നമ്മൾ 2 പീസ് വെട്ടിയെടുക്കാം കേട്ടോ. ഇതാണ് കൈയുടെ പൈപ്പിങ്. ഇനി നമുക്ക് നെക്കിന്റെ അവിടെ ഒരു 2 ഇഞ്ച് 2 4 ഇഞ്ച് വേണം. 4 പിന്നെ അടിച്ചു പോകാനടക്കം 5 ഇഞ്ചിൽ വേണം നമുക്ക് പൈപ്പിങ് കിട്ടാൻ. അപ്പോൾ ഇതിങ്ങനെ മടക്കിയിട്ടാണ് കാരണം ആ പൈപ്പിങ്ങും അതെ 1.5 ഇഞ്ചിൽ മടക്കിയിട്ടാണ് കാരണം 5 ഇഞ്ചല്ലേ വേണ്ട. അപ്പോൾ 2.5 ഇഞ്ച് മതി. ഒന്നര ഇഞ്ച് വീതിയും 2.5 ഇഞ്ച് നീളവും ഉള്ള 2 ക്രോസ് പീസാണ് കഴുത്തിന്റെ അവിടുത്തെ പൈപ്പിങ്ങിന്. ഇനി ഇത് തയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ വെട്ടിക്കണ്ടൊക്കെ വെക്കണം ഇതാട്ടോ. ഇനി തയ്ച്ച് കാണിച്ചു തരാം. പിന്നെ അതിക്ക് മുമ്പ് നമുക്ക് ഈ അടിഭാഗം ഞെറിയിടണ ഭാഗം ഇതുപോലെ 2 പീസ് നമ്മൾ വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ വീതി ഞാൻ എടുത്തേക്കുന്നത് 32 ഇഞ്ചാണ് വീതി എടുത്തേക്കുന്നത്. അത് നമുക്ക് 36ഓ 30ഓ എത്ര വേണമെങ്കിൽ എടുക്കാം. അപ്പം ഞെറിയുടെ ഇതനുസരിച്ച് ഞെറി ചിലപ്പോൾ കുറയും കൂടും അങ്ങനെയുള്ളൂ. അതുപോലെ ഇതിന്റെ നീളം എടുത്തേക്കുന്നത് 16 ഇഞ്ച് കേട്ടോ. ഇനി തയ്ച്ച് കാണിച്ചു തരാം. അങ്ങനെ 2 പീസാണ് നമ്മൾ എടുത്തേക്കുന്നത് ഞെറിയിടാൻ വേണ്ടി. ആദ്യം തന്നെ ഇതിന്റെ ബോഡി പാർട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ കൈയുടെ ഭാഗം ആദ്യം കാണിക്കാം. അപ്പോൾ കൈമൽക്ക് വെക്കാനുള്ള പൈപ്പിങ്ങിനുള്ള ക്രോസ് വെട്ടിയുണ്ടല്ലോ, അത് നമുക്ക് ഓരോ ഭാഗം 4 ഇഞ്ച് വെച്ച് മടക്കിയെടുക്കാം കേട്ടോ. ഇത് നെക്കിൽ വെക്കാനുള്ള പൈപ്പിങ് അതും മടക്കിയെടുക്കുക. ഇനി നമ്മൾ കൈ വെട്ടി വെച്ചേക്കണ കൈയുടെ ഈ തുമ്പത്തും ഈ മുകളിലും നമ്മൾ ഞെറിയിടാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഇവിടെ ഒരു കട്ടിങ് ഏകദേശം അറിയാൻ വേണ്ടി കട്ടിങ് ഇവിടെ 2 സൈഡിലും കൊടുക്കുക. അത്രയും വരെ നമ്മൾ ഇട്ട് നോക്കാം. എന്നിട്ട് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് പിന്നീട് ഇട്ടാൽ മതി ഞെറി. അപ്പൊ ഈ കട്ടിങ് മുതൽ ഈ കട്ടിങ് വരെ ഞെറിയിടാം. അതുപോലെ മുകളിലും ഇതുപോലെ ഞെറിയിടാം. ഈ സൈഡിലും ഇതുപോലെ ഞെറിയിടാം. ഞെറിയിടുമ്പോൾ ഈ തുമ്പത്തുനിന്ന് ഇങ്ങനെ 1/2 ഇഞ്ച് നീക്കിയിട്ട് വേണം കേട്ടോ ഞെറിയിടാൻ. അപ്പോഴാണ് ഇവിടെ ഇങ്ങനെ പൊന്തി നിൽക്കുള്ളൂ. കൈ ഇപ്പം ഞെറിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കൈയുടെ തുമ്പത്ത് നമ്മൾ ക്രോസ് വെട്ടി വെച്ചിട്ടുണ്ടല്ലോ, ഈ ക്രോസ് കൈയുടെ തുമ്പത്ത് നമ്മൾ വെച്ചടിക്കുക. ഈ ക്രോസ് ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ വെട്ടിയണേക്കാട്ടിലും കൂടുതലുണ്ടെന്ന് വെച്ചാൽ നമ്മളിവിടെ 1-2 ഞെറിയും കൂടി തയ്ക്കുമ്പോൾ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നിർത്തി വെച്ചിട്ട്
നല്ല പുറത്ത് തന്നെ ഈ ക്രോസ് പീസിന്റെ നല്ല പുറം അടിയിലേക്കായിട്ട് ഇങ്ങനെ വെക്കുക. അറ്റം മുതൽ ഇങ്ങനെ വെക്കുക കേട്ടാ. കുറച്ചടിച്ച് കഴിയുമ്പോൾ നമ്മൾ നോക്കും. അപ്പോൾ ഇവിടെ എത്ര കൂടുതലുണ്ട്. അപ്പോൾ ഇവിടെ 2 ഞെറിയും കൂടി നമുക്ക് ഇടാം. 2 സൈഡിൽ ഈ 2 ഞെറി ഇടാം. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞിട്ട് അതിന്റെ മീതെ ഇതിങ്ങനെ വെക്കുക. ഇവിടെയും 2 ഞെറിയും കൂടി ഇടാനുള്ള സ്പേസ് ഉണ്ട്. ഇട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ നീർത്തം വേണ്ട. ഇങ്ങനെയാവും. ഇനി ഇത് ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ മടക്കിയിട്ട് ഇതിന്റെ മീതെ കൂടെ അടിക്കുക. ഇതിന്റെ ഈ പകുതിയൊക്കെ ഉള്ളിലേക്ക് മേലേക്ക് ആക്കണം കേട്ടാ. എന്നിട്ട് ഇതിങ്ങനെ നിൽക്കും. ഇങ്ങനെ അടിച്ചു കഴിയുമ്പോൾ പൈപ്പിങ് തുമ്പത്ത് വെച്ചു. ഇതിന്റെ ഇപ്പുറം ഭാഗം ഇതുപോലെ നിൽക്കണം കേട്ടാ. ഇതുപോലെ മറ്റേ കൈയും അടിച്ചു വരാം. രണ്ട് കൈയും ഇപ്പൊ ഇതുപോലെ അടിയിൽ കൈയിന്റെ തുമ്പത്ത് പൈപ്പിങ് വെച്ച് വന്നിട്ടുണ്ട് 2 കൈയും. ഇനി നമുക്ക് ഇവിടെ ഒരു പൈപ്പിങ് കൊടുക്കണം. അതിനാണ് ഞാനിവിടെ 2.5 ഇഞ്ച് മടക്കിയിട്ടിട്ട് 2.5 ഇഞ്ച്, അതായത് 5 ഇഞ്ചിൽ ഓരോ കഷ്ണം ക്രോസ് കൊണ്ടുവന്നേക്കണത്. വെട്ടി നമ്മൾ അരികടിച്ച് കൊണ്ടുണ്ടല്ലോ, അത് ഇതുമ്മ വെച്ചടിക്കുക. ഈ ഞെറി ഇട്ട ഭാഗത്ത് അടിക്കുമ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇത് രണ്ടും ഒപ്പം പിടിച്ചിട്ട് ഈ ഞെറി 2 ഭാഗത്ത് ഒപ്പാണോ നോക്കണം. ഒപ്പം അല്ലെങ്കിൽ നമ്മൾ ഒരു ഞെറി കൂടി ഇട്ടിട്ട് ഇത് രണ്ടും ഒപ്പാക്കണം. 2 സൈഡും ഒരേപോലെ വരണം. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതും ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഒരേ അകലം വേണം. ഞെറി അതിന്റെ കുറവുണ്ടെങ്കിൽ ഒരു ഞെറിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ പീസ് ഇവിടെ അങ്ങനെ വെക്കണം. ഇതിങ്ങനെ മടക്കി വെച്ചിട്ട് നമ്മൾ 2.5 ഇഞ്ചിലാണല്ലോ ഇത് വെട്ടി വെച്ചേക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ 2.5 ഇഞ്ചിലേക്ക് ഇവിടെ ഒരു കട്ടിങ് ഇടണം കേട്ടോ. ഈ കട്ടിങ്ങിൽ നിന്ന് വേണം നമുക്ക് ഇത് വെച്ചടിക്കാൻ. ഇവിടെ ഇങ്ങനെ കൂടുതൽ നിൽക്കുമ്പോൾ വെട്ടി കളയട്ടാണ്, അല്ലെങ്കിൽ പൈപ്പിങ് അടിക്കുമ്പോൾ ഇത്തിരി കട്ടി വരും അവിടെ. എന്നിട്ട് ഇത് പൈപ്പിങ്ങും മറ്റേ കൈയുടെ തുമ്പത്ത് അടിച്ച പോലെ തന്നെ അടിക്കുക. കൈയുടെ 2 സൈഡിലും പൈപ്പിങ്, ഇവിടെയും പൈപ്പിങ് ഇവിടെ പൈപ്പിങ്, ഇതുപോലെ തന്നെ മറ്റേ കൈ ഞാൻ അടിച്ചു കൊണ്ടിരണ്ട. ഇപ്പൊ 2 കൈയും ഞാൻ അടിച്ചു കൊണ്ടുണ്ട് കേട്ടോ. ഇപ്പൊ 2 കൈയും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ബോഡിയുമ വെച്ചടിക്കുന്നു. അപ്പൊ ബോഡിയുടെ 4 പീസ് ഇതുപോലത്തെ നമ്മൾ എടുത്തിട്ടുണ്ട്. 2 നല്ലതും 2 ലൈനിങ്ങും. ഞാൻ 2 നല്ലതെടുത്താണ്. അപ്പൊ ഇതിന്റെ ആദ്യത്തെ ഒരു പീസ് എടുത്തിട്ട് അതുമേ നമ്മൾ ഇത് ഇങ്ങനെയാണ് ഇത് വെക്കേണ്ടത്, ഇങ്ങനെയാണ് ഇത് വരേണ്ടത്. അപ്പൊ ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുക. ഇതിലത്തെ ഒരു ലെയർ മാത്രം എടുത്തിട്ട് ഇവിടെ നിന്നേ മുതൽ ഇവിടെ വരെ, ഇവിടെ 1/4 ഇഞ്ച് നമ്മൾ വിടണം. 1/4 ഇഞ്ചിനേലും കുറച്ച് കൂടുതൽ ഇങ്ങോട്ട് ഇറക്കി വെച്ചാലും കുഴപ്പമില്ല. ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടിക്കുക. അതുപോലെ തന്നെ ഈ കൈയും ഇതിങ്ങനെയാണ് ഇത് വരേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ മറിച്ച് വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1/4 ഇഞ്ച് നീക്കിയിട്ട് അടിക്കുക. അപ്പോൾ ഞാനത് അടിക്കുന്നത് കാണിച്ചു തരാം. 1/2 ഇഞ്ച് നീക്കി അടിച്ചോട്ടാ. അപ്പൊ ഇവിടേക്ക് ഇവിടെ എത്തിയില്ലെങ്കിലും കുഴപ്പം, എത്തണ്ട. ഇവിടേക്ക് ഇതിങ്ങനെ വെച്ചടിച്ചാൽ മതി. അതുപോലെ തന്നെ ഈ സൈഡ് ഞാൻ അങ്ങനെ കാണിച്ചു തന്നില്ല. അതുപോലെ ഇവിടെ നിന്നാണ് നമ്മൾ കഴുത്ത് ഇതാണ്. അതിന്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1/2 ഇഞ്ച് ഇറക്കിയിട്ട് ഇപ്പൊ ഫ്രണ്ട് സൈഡിൽ ഇതുപോലെ അടിച്ച് ഇങ്ങനെ മറിച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വരും. ഇനി അതുപോലെ തന്നെ ഇതിന്റെ ഈ ഭാഗങ്ങളുണ്ടല്ലോ, ഇതിന്റെ ഈ ഭാഗം നമ്മൾ ബാക്ക് സൈഡുമ്മ വെച്ചടിക്കണം. ബാക്ക് സൈഡുമ്മ വെച്ചടിക്കാൻ ഇതുപോലെ ഇങ്ങനെ ഇടണം. അങ്ങനെ ഇട്ടിട്ട്
ഇവിടെ നിന്ന് ഇങ്ങോട്ട് മറ്റേ ഭാഗം അടിച്ച പോലെ തന്നെ 1/2 ഇഞ്ച് ഇറക്കി വെച്ചിട്ട് അങ്ങനെ അടിക്കുക. അതുപോലെ തന്നെ ഈ സൈഡുമ്മ ഇതിൻ്റെ ഈ കൈയുടെ മറ്റേ ഭാഗമില്ലേ അത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഈ നെക്ക് ഭാഗം ഇതാണല്ലോ, അവിടെ നിന്ന് ഇങ്ങോട്ട് 1/2 ഇഞ്ച് ഇറക്കിയിട്ട് ഇങ്ങനെ ഒപ്പം പിടിക്കുക. അപ്പോൾ ബാക്കും ഫ്രണ്ടും നമ്മൾ ഇങ്ങനെ അടിച്ചു വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ലൈനിങ് പീസോ അല്ലെങ്കിൽ ഒരു പീസും കൂടി ഇതുപോലത്തെ എടുക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ, അത് നമ്മൾ ഇതിന്റെ ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ മീതെ ഈ പീസ് വയ്ക്കുക. പീസിന് നല്ല ഭാഗം ഉള്ളിലേക്കാക്കിയിട്ടാണ് ഞാൻ വെക്കുന്നത്. അത് നമ്മൾ അടിയിലേക്ക് പോണ ഭാഗമാണ്. എന്നാലും ഇതിങ്ങനെ വെച്ചിട്ട് ഒപ്പം ഇവിടുന്നേ മുതൽ ഒരേ അളവാണല്ലോ, അപ്പോൾ ഇവിടുന്നേ മുതൽ ഇതിങ്ങനെ വെച്ച് ഇങ്ങനെ അടിച്ച് ഇങ്ങനെ അടിച്ച് ഇങ്ങനെ അടിക്കുക. ഇങ്ങനെ അടിക്കുമ്പോൾ നമ്മളുടെ ഈ കൈ അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ ആ പോയിന്റിൽ വന്ന് നിർത്തണം കേട്ടോ. ഇത് അടിച്ചിട്ട് പോയിന്റിൽ നിർത്തിയിട്ട് ഇങ്ങനെ തിരിക്കുക. ഇങ്ങനെ അടിച്ചിട്ട് ഇവിടെയും നമ്മളുടെ ഈ പോയിന്റിൽ വന്ന് ഇത് നിർത്തണം. നിർത്തിയിട്ട് ഇങ്ങനെ തിരിക്കുക. എന്നിട്ട് ഇങ്ങനെ ഈ സൈഡിൽ പോയിന്റിലൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ, അവിടെ കട്ടി കൂടാണ്ടിരിക്കാൻ. എന്നിട്ട് ഇതിങ്ങനെ മറക്കുക. മറയ്ക്കുമ്പോൾ ഉണ്ടാകും ഇതുപോലെ നെക്കൊക്കെ അടിച്ചു കഴിഞ്ഞു. ഈ സൈഡൊക്കെ ഇവിടെയൊക്കെ ഇതുപോലെ നല്ല ഭംഗി. ഇനി ഇത് നമുക്കവിടെ ഇങ്ങനെ പതിച്ചടിക്കാം. ഫ്രണ്ട് ഭാഗം അടിച്ചു കഴിഞ്ഞു. ഫ്രണ്ട് ബാക്കൊക്കെ ഒരേപോലെയാണ്, ഫ്രണ്ടും ബാക്കും ഒരേപോലെയാണ് ഈ ഉടുപ്പിന്റെ. അപ്പോൾ ഇതിൻ്റെ ഈ ബാക്ക് കണ്ട ഇതുപോലെ ഈ ലൈനിങ് വന്നു. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ മറ്റേ പീസ് വെച്ച് അടിക്കണമെങ്കിൽ ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ഇതിന്റെ ഈ പീസിന്റെ നല്ല പുറം ഉള്ളിലേക്ക് ആക്കിയിട്ട് നേരത്തെ അടിച്ച പോലെ തന്നെ ഇങ്ങനെ മീതെ വെക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് അടിച്ച് ഇങ്ങനെ അടിക്കുക. എന്നിട്ട് മറക്കുക കേട്ടോ. ഇവിടെ എത്തുമ്പോൾ സൂചി കുത്തി നിർത്തുക. എന്നിട്ട് തിരിക്കുക, അടിക്കുക. എടുക്കുമ്പോൾ സൂചി അവിടെ കുത്തി നിർത്തണം കേട്ടോ. എന്നിട്ട് ഇങ്ങോട്ട് നീങ്ങി ഇപ്പോൾ അങ്ങോട്ട് ബാക്കിലേക്ക് ആക്കിയിട്ട് അവിടെ കുത്തി നിർത്തുക. കുത്തി നിർത്തിയിട്ട് ഇങ്ങോട്ട് തിരിച്ചിട്ട് അടിക്കുക. എന്നിട്ട് ഇതിങ്ങനെ മറക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിന്റെ ചീത്ത ഭാഗമാണ്, കൈയുടെ ഇത് കാണുമ്പോൾ അറിയാം. ഇപ്പറാണ് നല്ല ഭാഗം. അപ്പൊ ഇങ്ങനെ മറിച്ചിട്ട് നേരത്തെ അടിച്ച പോലെ തന്നെ ഇങ്ങനെ പതിച്ചടിക്കുക. അപ്പൊ ഇതിന്റെ ബോഡി പാർട്ട് അടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അടിച്ച് ഞെറിടാനുള്ളത് വെട്ടിയിട്ടുണ്ടല്ലോ, ഞെറിയിട്ടിട്ട് ഇവിടെ 2 സൈഡിന് സെപ്പറേറ്റ് പിടിപ്പിക്കുകയാണ് ചെയ്യണം. എന്നിട്ട് സൈഡ് കൂട്ടുക, അടി മടക്കി അടിക്കുക കേട്ടോ. അപ്പൊ അതിന് ഞാൻ ഇപ്പോൾ ഈ ഇതിലത്തെ ഒരു പീസ് എടുത്തിട്ട് ഞെറിയിടാം. ഞെറിയിടുമ്പോൾ ഇതിന്റെ ഇവിടേക്ക് അത്രയ്ക്കും ഏകദേശം അത്രയ്ക്കും വേണം കേട്ടോ. അതനുസരിച്ച് ഞെറി ഇടണം. ഇതുമ്മ വയ്ക്കുമ്പോൾ ഒരു സ്വല്പം കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഞെറിയിടുമ്പോൾ അതിൻ്റെ എവിടെയെങ്കിലും ഇടയിൽ ഇത്തിരി ഇട്ട് കൊടുത്താൽ മതിട്ടാ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം എടുക്കുക, ഏതെങ്കിലും ഒരു ഭാഗം എടുക്കുക, അതുമ്മ ഇത് വെച്ചടിക്കുക. ഇത് നല്ല പുറത്ത് ഇതിൻ്റെ നല്ല ഭാഗം വരണം. അപ്പോൾ ഇങ്ങനെ മറിച്ചിട്ടിട്ട് ഇതുമ്മ വെച്ചടിക്കുക കേട്ടോ.
ഇവിടെ നിന്ന് മറിച്ചപ്പോൾ ഇത്തിരി ഒപ്പം വ്യത്യാസം വരികയാണെങ്കിൽ അതിങ്ങനെ വെട്ടി ഒപ്പാക്കി കൊള്ളട്ടെ 2 സൈഡ്. ഇങ്ങനെ ഇടുമ്പോൾ നമ്മൾ അടിച്ച അടിപ്പുണ്ടല്ലോ അതിൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് വേണം അടിക്കാൻ കേട്ടോ. അതിനോട് ചേർത്തി അടിച്ചാലും കുഴപ്പമില്ല. ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറിക്കുമ്പോൾ അടിപ്പ് കാണും. ഇവിടെ ചെറുതായിട്ട് ഞെറി കുറവ് തോന്നണ ഭാഗത്ത് ചെറുതായിട്ടൊരു ഞെറിയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ അവിടെ അറ്റം ഒപ്പെത്തി പോകും. അപ്പോൾ ഇവിടെ ഒരു ഞെറി കുറവുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് അവിടെ എത്തുമ്പോൾ ഇട്ടാൽ മതി. ഇതൊക്കെ 2 അടിപ്പ് വീതം അടിക്കണം കേട്ടോ. 2 അടിപ്പൊക്കെ 2 അടിപ്പ് അടിക്കണം. പിന്നെ ഇവിടെ ഓവർലോക്ക് മെഷീൻ ഉണ്ടെങ്കിൽ ഇത് ഓവർലോക്ക് ചെയ്താൽ കൂടുതൽ നല്ലതായിരിക്കും. അത് ഇതുപോലെ ഇങ്ങനെ അടിച്ചു വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്ക് ഭാഗം അടിച്ചു വരാം കേട്ടോ. ഇതും നമ്മൾ ആ ഞെറിയിട്ട് വെച്ചടിച്ച് ഞാൻ ഇപ്പോൾ വരാം. ഇപ്പോൾ ഞാൻ 2 ഭാഗത്തും ഞെറിയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഞെറിയിട്ടു, ഈ സൈഡിൽ ഞെറിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഇവിടെ നിങ്ങളുടെ 1 ഇഞ്ച് വെച്ച് അറ്റം വരെ കൂട്ടുക, ഇവിടെ 1/2 ഇഞ്ച് കൂട്ടുക, അടി മടക്കിയിരിക്കുക കേട്ടോ. അതിന് ഇങ്ങനെ മറിച്ചിട്ട് നമ്മൾ അടിച്ചു കൊടുക്കണം. ഈ സൈഡ് ഇവിടെ ഒപ്പം വെച്ചിട്ട് അപ്പോൾ കൈ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ ഇതിങ്ങനെ നിന്നോട്ടെ, കുഴപ്പമില്ല. ഇവിടെ നിങ്ങളുടെ 1/2 ഇഞ്ച് നീക്കിയിട്ട് അടിക്കുക കേട്ടോ. അടിക്കുമ്പോൾ ഇതിന്റെ പകുതി മുകളിലേക്ക് ആക്കിയിട്ട് വെച്ചോളാം 2 സൈഡിലും. ഇതിന്റെ അടിഭാഗം 1/2 ഇഞ്ച് ഉള്ളിലേക്ക് വെച്ചിട്ട് 1 ഇഞ്ച് ഇങ്ങനെ മടക്കി വയ്ക്കാം. അടിയൊക്കെ മടക്കിയടിക്കുമ്പോൾ ഇപ്പോഴും നമ്മൾ ഈ അടിഭാഗം ഉണ്ടല്ലോ അതൊന്നും പതുക്കെ ഇങ്ങനെ വലിച്ച് മുകൾ ഭാഗം ഇങ്ങനെ അടിച്ചു കൊടുക്കട്ടെ. അപ്പം അടിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഇങ്ങനെ പിരിഞ്ഞൊന്നും വരില്ല. ഈ ഫ്രോക്ക് കംപ്ലീറ്റ് അടിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പം എല്ലാവർക്കും ഈ ഉടുപ്പ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു.